ഹലോ ഗൈസ്, എന്നോട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മുട്ട ബജിയും അതുപോലെ തന്നെ കോളിഫ്ലവർ ബജിയും പിന്നെ വഴുതനങ്ങ ബജിയുമാണ്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്, എങ്ങനെയാവുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഒന്നേ തന്നെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് അനറ്റ് മേരി, ഞാൻ അയർലൻഡിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. നമ്മുടെ ഒരു ചാനൽ കുക്കിംഗ് വ്ളോഗ്സ് ഇടാറുണ്ട്, ഡെയിലി വ്ളോഗ്സ് ഇടാറുണ്ട്, അതുപോലെ തന്നെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഓൾറെഡി ഇവിടെ ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബാറ്റർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത് ഷൂട്ട് ചെയ്യുന്ന കാര്യം. അപ്പോൾ ഞാൻ മിസ്സായി പോയതാണ്, സോറി കേട്ടോ. ഞാൻ പറഞ്ഞുതരാം എന്താ ഉള്ളതെന്ന്. ഇതിൽ നമ്മൾ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും അതുപോലെ തന്നെ 1 നുള്ളുപ്പും, ഒരു ഇച്ചിരി സോഡാപ്പൊടിയും, 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ എടുത്ത് കായപ്പൊടി ചേർത്തിട്ടുണ്ട്, നല്ല കട്ടക്കായില്ലേ, അതിൻ്റെ കായം പൊടിച്ച് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന ബാറ്ററിൻ്റെ പരുവില്ലേ, ആ ഒരു പരുവത്തിലാണ്. അപ്പോൾ ഞാൻ മുട്ട എടുത്തിട്ടുണ്ട്, കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. മുട്ട പുഴുങ്ങി വേവിച്ചിട്ട് നമ്മൾ തൊലി കളഞ്ഞിട്ട് നമ്മൾ ഇതിൽ മുക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബാച്ചായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം എടുക്കുന്നത് മുട്ട ബജിയാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമുക്ക് ബാച്ചായിട്ട് ഇത് വറുത്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് കോളിഫ്ലവറോ അതുപോലെ തന്നെ വഴുതനങ്ങയോ വറുത്തെടുക്കാവുന്നതാണ്. ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ, എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തീ ആണെങ്കിൽ മീഡിയം ഫ്ലെയിം ഇട്ട് വേണം വറുക്കാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേ ഞാനാണെങ്കിൽ മൊരിഞ്ഞ ഭാഗം മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടിഷ്യൂ പേപ്പർ വിരിച്ച ഒരു പ്ലേറ്റിലേക്ക് ഞാനാണെങ്കിൽ മൊരിഞ്ഞ ഒരു മുട്ട ബജിയൊക്കെ മാറ്റി വെക്കുന്നുണ്ട്, ആ ഒരു എണ്ണയൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഞാൻ വറുക്കുന്നത് വഴുതനങ്ങ ബജിയാണ്. അപ്പോൾ വഴുതനങ്ങ ബജി നമ്മൾ ഓരോ ബാച്ചായിട്ട് വറുക്കുവാണ്. ഞാൻ തിൻ സ്ലൈസ് ആയിട്ടാണ് മുറിച്ചത്, വഴുതനങ്ങ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് തന്നെ ആ ഒരു മാവിൻ്റെ കോട്ടിംഗ് പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ബാച്ചായിട്ട് തന്നെ ഇതും വറുത്ത് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. നമുക്ക് വഴുതനങ്ങയാണെങ്കിലും ബജിയായിട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ വരും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് വറുത്തെടുക്കാൻ എളുപ്പം. അപ്പോൾ അതേ ഞാനാണെങ്കിൽ ബജിയാണെങ്കിൽ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, മുരിഞ്ഞ ഭാഗം തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ടിഷ്യൂ പേപ്പറിലേക്ക് ഒരു പ്ലേറ്റിലാക്കിയിട്ട് മാറ്റാം. അപ്പോൾ അതേ നമ്മൾ കോളിഫ്ലവർ ബജിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ഉള്ളു നമുക്ക് ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ തന്നെ ഉണ്ടാക്കി കഴിയും. നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ്. കോളിഫ്ലവർ ഉണ്ടാക്കാൻ നേരത്തെ കുറച്ച് തീ ഒന്ന് കൂട്ടിയിട്ട് നല്ലതായിരിക്കും. പക്ഷേ ശ്രദ്ധിക്കണം, താഴത്ത് നമ്മൾ മറച്ചിടുന്നതിന് മുന്നേ നോക്കുമ്പോൾ മുരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീ കൂട്ടിയിട്ടാൽ ജസ്റ്റ് അപ്പുറം ഇപ്പുറം കരിഞ്ഞു പോകുന്നില്ലെന്ന് ഉറപ്പ് വരുത്തണേ. ഞാൻ ദേ മറിച്ചിട്ട് കൊടുക്കുവാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ മുരിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മുരിയുമ്പോൾ അത് കരിഞ്ഞു പോകുന്നില്ലെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനൊരു ഡിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ കാശ്മീരി മുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും അല്പം വിനാഗിരിയും ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് മിക്സാക്കിയ ഡിപ്പാണ്. നമുക്ക് ബജിക്കടയിൽ നിന്ന് കിട്ടത്തില്ലേ, ആ ഒരു സംഭവമാണ്. അതെ, ഇതുണ്ടാക്കുമ്പോൾ വിനാഗിരി കൂടുതലെന്ന് ഉറപ്പ് വരുത്തണേ, അല്ലെങ്കിൽ ടേസ്റ്റ് മൊത്തത്തിൽ കുളവാകും. അപ്പോൾ ഇത് ഞാനാണെങ്കിൽ നമ്മളുടെ എല്ലാം ഉണ്ടാക്കിയ ബജികളും പ്ലേറ്റിലായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. കോളിഫ്ലവറും അതുപോലെ തന്നെ മുട്ട ബജിയും വഴുതനങ്ങ ബജിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സോസ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഞാനാണെങ്കിൽ കെച്ചപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ, കട്ടൻ ചായയും ഉണ്ട്. അപ്പോൾ ഇത് ഞാനാണെങ്കിൽ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്, ആദ്യം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എക്സൈറ്റഡ് ആണ്. ഹസ്ബൻഡ് കഴിച്ച് നോക്കിയിട്ട് എന്തായാലും കൊള്ളാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഗ്രീൻ സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും എനിക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്, ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ മുട്ട ബജിയും അതുപോലെ തന്നെ വഴുതനങ്ങ ബജി പിന്നെ കോളിഫ്ലവർ ബജി എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കെച്ചപ്പും ഉണ്ട്, ഇവിടെ നമ്മുടെ സോസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ട്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്, നല്ല എക്സൈറ്റഡ് ആണ്. അതുപോലെ തന്നെ എങ്ങനെ ആയിരിക്കും എന്ന് അറിയത്തില്ല, ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. കൊള്ളത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും കൊള്ളത്തിലും തന്നെ പറയും, കാരണം ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുവാണ്. സോ പോരായ്മകൾ ഉണ്ടായിരിക്കും, കാരണം ആസ് യൂഷ്വൽ. അപ്പോൾ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് മുട്ട ബജി എടുത്തിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് ആദ്യം സോസിൽ നിന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഞാൻ വിചാരിച്ച പോലെയല്ല, സംഭവം കൊള്ളാം. ബാറ്റർ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ആദ്യം മുക്കി നമ്മൾ ഉണ്ടാക്കിയ മുളകിൻ്റെ ആ ഒരു ഡിപ്പിലാണ്. നമുക്കിനി സോസിൽ മുക്കി കഴിച്ച് നോക്കാം. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് സോസ് മുക്കി കഴിക്കാനാണ് ഡിപ്പിനേക്കാളും. ഡിപ്പ് നിങ്ങൾ ഉണ്ടാക്കാൻ നേരത്ത് നമ്മുടെ ഈ വിനാഗിരി കുറച്ചിടാവുള്ളൂ കേട്ടോ, എൻ്റെ ഇപ്പോൾ ലേശം കൂടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ മുളകിൻ്റെ ഡിപ്പിനേക്കാൾ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ടൊമാറ്റോ സോസാണ്. അത് നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കിനി വഴുതനങ്ങ ബജി കഴിച്ച് നോക്കാം. സൂപ്പർ കേട്ടോ, കാരണം ഇത് വഴുതനങ്ങയാണെന്ന് നമുക്ക് തോന്നത്തില്ല കഴിച്ചു കഴിഞ്ഞാൽ.
നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ കോളിഫ്ലവർ ബജ്ജി, ഇതിൻ്റെ പ്രശ്നം ഞാൻ ഷൂട്ട് ചെയ്ത് നിന്നപ്പോൾ ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞു പോയി. കരിഞ്ഞിട്ടില്ല, മൊരിഞ്ഞു പോയി. പക്ഷെ നമുക്ക് കഴിച്ചു നോക്കാം. ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച് ഫ്ലോപ്പ് ആയിരിക്കുന്നു, പക്ഷെ സംഭവം കൊള്ളാം. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബേർത്താണ്, കാരണം ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര സിമ്പിളാണ്, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് വൈകുന്നേരം കാപ്പി കൂടെ കഴിക്കാനൊക്കെ സൂപ്പറാണ്. അപ്പോൾ ഞാൻ നമ്മുടെ കട്ടൻ ചായ കൂടെ എടുത്തിട്ടുണ്ട്. ഇച്ചിരി മധുരമായിട്ടൊരു കട്ടൻ ചായയാണ്. ഞാൻ അങ്ങനെ കട്ടൻ ചായയുടെ ഫാനല്ല, അങ്ങനെ കഴിക്കാറില്ല. പക്ഷെ ഇന്ന് വിചാരിച്ചു ഒരു കട്ടൻ ചായ കൂടെ കഴിച്ചേക്കാം അതിൻ്റെ കൂട്ടത്തിലെന്ന്. അതല്ലേ കോമ്പിനേഷൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിക്കാമെന്ന്. അപ്പോൾ കഴിച്ചാലോ? കൊള്ളാം. ഭയങ്കര ഒരു സമാധാനം. കുറേ നാളോട് കഴിക്കുന്ന കേട്ടോ. ഞാൻ കട്ടൻ ചായ അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ഒരു ബജ്ജിയൊക്കെ കഴിച്ചെങ്കിൽ ഇരിക്കാന്ന്. അപ്പം എന്തായാലും നല്ലൊരു വൈബായിരുന്നു. നല്ല പോസിറ്റീവ് വൈബുണ്ട്. പുറത്താണെങ്കിലും ഇപ്പോൾ സമയം 8:30 കഴിഞ്ഞു, പക്ഷേ നല്ല വെളിച്ചമുണ്ട് പുറത്ത്. ഭയങ്കര ഒരു സമാധാനം. വീക്കെൻഡ് ആകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഇങ്ങനെ കട്ടൻ ചായ കുടിച്ചിരിക്കുമ്പോൾ ഭയങ്കര നൊസ്റ്റുമാണ്. നാളൊക്കെ മിസ് ചെയ്യും. അപ്പോൾ ഗൈസ്, അതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസ് റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനത്തെ കുട്ടി ചാനലിൻ്റെ കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. പിന്നെ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമന്റ് ബോക്സിൽ തന്നെ അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ, ആൻഡ് ദിസ് സന്നു സൈനിങ് ഓഫ്.